قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا نور الذي أنزل معه أولئك هم المفلحون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും അവസാനം കാമിലായ ഈമാനോടുകൂടി ഈ ലോകത്തു നിന്ന് വിട പറയുവാനും നാളെ സച്ചരിതരായ പ്രവാചകന്മാരോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീക്ക് നൽകി അർഹമുർ-റഹീമനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അക്കൂട്ടത്തിൽ നമ്മൾ ഏതാണ്ട് പറഞ്ഞവസാനിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രവാചകനുണ്ട്, ഒരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. അതിനെക്കുറിച്ച് കൂടി ചിലത് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ചിലത് പറയാനാണ് നമ്മൾ ഈ ഖുതുബ ഉപയോഗപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇസ്ലാമിക സംഘടനകൾക്കിടയിൽ നിരവധിയായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക സംഘടനകൾക്കിടയിലുണ്ട്. എന്നാൽ എല്ലാ സംഘടനക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയും മദീനയും അടങ്ങുന്ന ഭൂപ്രദേശത്ത്, ആ ടെറിട്ടറിയിൽ നീതിയും നിർഭയത്വവും സുഭിക്ഷതയും സുരക്ഷിതത്വവുമുള്ള ഒരു ക്ഷേമരാഷ്ട്രം, ഒരു വെൽഫെയർ സ്റ്റേറ്റ് സ്ഥാപിച്ചിട്ടാണ് ഈ ലോകത്ത് നിന്ന് ആ മഹാനുഭാവൻ വിട പറഞ്ഞു പോയത് എന്ന കാര്യത്തിൽ, അതായത് നമ്മുടെ എല്ലാ സംഘടനക്കാരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക സംഘടനയായ സുന്നി മഹല്ല് ഫെഡറേഷൻ റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് തിരുവസന്തം 15 നൂറ്റാണ്ട് എന്ന തലക്കെട്ടിൽ ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായി. ആ ക്യാമ്പയിൻ സമിതി ചെയർമാനായ ബഹുമാന്യനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ പാണക്കാട്, അദ്ദേഹം ഈ കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രഭാതത്തിൽ ഇതേ തലക്കെട്ടിൽ തിരുവസന്തം 15 നൂറ്റാണ്ട് എന്ന തലക്കെട്ടിൽ ഒരു ദീർഘമായ ഒരു ലേഖനം പ്രവാചകനെ കുറിച്ച് എഴുതുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യമാണ്. അതായത് ഹിജ്റാനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് എന്നേക്കും മാതൃകയാക്കാവുന്ന ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. വടക്ക് ഷാമിൽ നിന്ന് തെക്ക് യമനിലെ ഹദർമൗത്ത് വരെ ഒരു സ്ത്രീക്ക് തനിച്ച് നിർഭയം സഞ്ചരിക്കാനുള്ള സാഹചര്യം ആ രാഷ്ട്രത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിലയിലും
അനുകരണീയമായ ഒരു രാഷ്ട്രം മദീനയിൽ നബി തങ്ങൾ സ്ഥാപിച്ചു എന്ന് അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതുന്നു. സമസ്തയുടെ ഒരു പോഷക സംഘടനയുടെ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതിനർത്ഥം അവരത് അംഗീകരിക്കുന്നു എന്നാണല്ലോ, പ്രവാചകൻ ഒരു രാഷ്ട്രം സ്ഥാപിച്ചിരുന്നു എന്നാണ്. ഇതുപോലെ തന്നെ കേരള നദ്വത്തുൽ മുജാഹിദീനെ പ്രതിനിധീകരിക്കുന്ന പ്രശസ്ത എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായ ബഹുമാന്യനായ സഹോദരൻ എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹവും ഇത് രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുന്നത്, നീതിനിഷ്ഠമായ ഒരു രാഷ്ട്രത്തിൻ്റെ നിർമ്മിതിക്ക് ആവശ്യമായ അടിസ്ഥാന നിയമങ്ങൾ ആവിഷ്കരിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്തിരിക്കുന്നത്, അത്തരം ഒരു മാതൃകായോഗ്യമായ രാഷ്ട്രം നിർമ്മിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾ പ്രായോഗികമാണെന്ന് തെളിയിക്കുക കൂടി അത് ചെയ്തിട്ടുണ്ട്. ഇത് ഇസ്ലാമിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സവിശേഷതയാണ്. പ്രായോഗികമായ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു മാതൃകാ രാഷ്ട്രം നിർമ്മിച്ച് രാഷ്ട്രീയ രംഗത്ത് നീതി നിർവഹണം എങ്ങനെ സ്ഥാപിക്കുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഏക ദർശനമാണ് ഇസ്ലാം. അതാണ് ഞാൻ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിക്കും ഇതേ നിലപാട് തന്നെയാണുള്ളത്. പ്രവാചകൻ മക്കയും മദീനയും അടങ്ങുന്ന ജസീറത്തുൽ അറബിൽ സമ്പൂർണമായ നീതിയിലധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമം സ്ഥാപിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇവിടെ നിന്ന് പോയത്. അതായത് മതമതേതര രംഗത്തുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകൻ ഒരു നീതിയിലധിഷ്ഠിതമായ ഒരു സാമൂഹ്യക്രമം, കുറച്ചുകൂടി നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പച്ചയായി പറഞ്ഞാൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ച് കാണിച്ചു കൊടുത്തതിന് ശേഷമാണ് പോയത്. ആരും ഇതിനെ നിഷേധിക്കുന്നില്ല. മതമതേതര മേഖലകളിലുള്ള ചരിത്രകാരന്മാർ ആരും അതിനെ നിഷേധിക്കുന്നില്ല. അത്ര കണ്ട് ഹിസ്റ്റോറിക്കലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചരിത്രപരതയുള്ള ഒരു കാര്യമാണിത് എന്നാണല്ലോ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ മനസ്സിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ തൽക്കാലം ഒന്ന് സൂക്ഷിക്കുക. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിൽ 24-ാമത്തെ സൂക്തത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, താങ്കൾക്ക് മുമ്പ് ഞാൻ ഒരു പ്രവാചകന്മാരെയും നിയോഗിച്ചിട്ടില്ല, ഇങ്ങനെ ദിവ്യബോധനം കൊടുത്തുകൊണ്ടല്ലാതെ. എന്താണ്? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല, അതിനാൽ എനിക്ക് ഇബാദത്ത് ചെയ്യണം എന്ന സന്ദേശം നൽകിക്കൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് താങ്കളെയും ഈ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് അല്ലാഹു പറയുന്നത്. അഥവാ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും അവരവരുടെ ജനതയോട് പറഞ്ഞത് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അംഗീകരിക്കൂ എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നിങ്ങൾ അംഗീകരിക്കൂ, ഇതായിരുന്നു പ്രവാചകന്മാരുടെ ആവശ്യം. ഈ ആവശ്യം പ്രവാചകന്മാർ പല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം നമ്മൾ പാരമ്പര്യമായി സാമ്പ്രദായികമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അർത്ഥം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നാണ്. നമ്മൾ പലവട്ടം പറഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല. ഈ അർത്ഥകൽപ്പന ശരിയല്ല എന്നും നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശരിയായ അർത്ഥകൽപ്പന ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണമെന്ന് ആജ്ഞാപിക്കാനുള്ള പരമാധികാരം, അത് പറയാനുള്ള പരമാധികാരി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥകൽപ്പന. അതിൻ്റെ ശരിയായ അർത്ഥകൽപ്പന അതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഞാനാണെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള പരമമായ അധികാരം അള്ളാഹുവിനാണ്. ആജ്ഞാപിക്കാനുള്ള പരമമായ അധികാരം അള്ളാഹുവിനാണ്. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലയുടെ ശരിയായ അർത്ഥകൽപ്പന. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് പാരമ്പര്യമായി നമ്മൾ പറഞ്ഞു വരുന്ന ഒരു അർത്ഥമുണ്ടല്ലോ, ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന്. നമ്മൾ ചിന്തിക്കേണ്ടത് ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് നബി.
അങ്ങനെ പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകനെ നമ്മൾ 23 വർഷം അല്ലെങ്കിൽ 20 വർഷം 21 വർഷം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ്? അഥവാ നീതിയും അതുപോലെ തന്നെ നിർഭയത്വവും സുഭിക്ഷതയും സുരക്ഷിതത്വവുമുള്ള ഒരു രാഷ്ട്രത്തലവനായ മുഹമ്മദ് നബിയാണ് നമ്മൾ കാണുന്നത്. 23 കൊല്ലം പിന്നിടുമ്പോൾ തൻ്റെ ഏറ്റവും അടുത്ത പത്നി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവച്ച പ്രവാചകൻ വഫാത്താകുമ്പോൾ നമ്മൾ കാണുന്നത് പ്രവാചകൻ ഒരു രാഷ്ട്രനായകനായി നിൽക്കുന്നതാണ്. അതൊരു വശത്ത് നമ്മൾ കാണുമ്പോൾ മറുവശത്ത് ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ കൊണ്ടുവന്ന വേദം മറിച്ചു നോക്കുമ്പോൾ അതിനകത്താകട്ടെ ആരാധനകളുടെ വിശദാംശങ്ങൾ ഇല്ലതാനും. എന്ന് മാത്രമല്ല, ഒരു സാമൂഹ്യ ക്രമത്തിൽ ഒരു ഭരണാധികാരി ചെയ്യേണ്ട കാര്യമായ പീനൽ കോഡിനെ കുറിച്ച് നമ്മൾ ആ ഖുർആനിൽ കാണുകയും ചെയ്യുന്നു. ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രവാചകൻ 23 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ആ പ്രവാചകനെ കാണുന്നത് ഒരു രാഷ്ട്രത്തലവനായിട്ടാണ്. ആ പ്രവാചകൻ കൊണ്ടുവന്ന ഗ്രന്ഥത്തിലേക്ക് നോക്കുമ്പോഴാകട്ടെ ആരാധനയുടെ വിശദാംശം നമ്മൾ കാണുന്നുമില്ല. ഇല്ലെന്ന് മാത്രമല്ല, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിക്ക് മാത്രം സാധ്യമാകുന്ന പീനൽ കോഡിനെ കുറിച്ച് ആ ഖുർആൻ സംസാരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പള്ളിയിലെ ഇമാമാവാൻ വന്ന മൗലവി അബദ്ധത്തിൽ സ്ഥലത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോയി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? പള്ളിയിലെ ഇമാമാവാൻ വന്ന മൗലവി യാദൃച്ഛികമായിട്ട് മൂപ്പര് പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റായി അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാനായി എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതോ അതുപോലെ ഈ മൗലവിക്ക് പറ്റിയെന്ന് നമ്മൾ പറയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കർഹൻ അള്ളാഹു മാത്രം എന്ന് പറയാമെന്ന പ്രവാചകൻ വഴിതെറ്റി യാദൃച്ഛികമായി ഒരു രാഷ്ട്രത്തലവനാവുകയായിരുന്നോ? അല്ല, നമ്മളൊന്ന് ആലോചിക്കേണ്ടതല്ലേ? അതോ ഈ പ്രവാചകനും ആ പ്രവാചകൻ കൊണ്ടുവന്ന വേദത്തിനും ആ പ്രവാചകൻ പ്രതിനിധീകരിക്കുന്ന ദർശനത്തിനും ഒരു സാമൂഹ്യ ക്രമം ആ ദർശനവും ഒരു സാമൂഹ്യ ക്രമം ലക്ഷ്യമിട്ടിരുന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇത് രണ്ടിലേതാണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും ഇസ്ലാമും വേദവും അത് കൊണ്ടുവന്ന പ്രവാചകനും നീതിയിൽ അധിഷ്ഠിതമായ, സുരക്ഷിതത്വത്തിൽ അധിഷ്ഠിതമായ, സുഭിക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം ലക്ഷ്യമിട്ടിരുന്നു എന്ന് വിചാരിക്കുന്നതല്ലേ ശരിയായ വിചാരവും ശരിയായ ചിന്തയും ശരിയായ കണ്ടെത്തലും? കാരണം സംഭവിച്ചത് അതാണ്. വേദം മറിച്ചു നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നതും അതാണ്. ഇത്തരം ഒരു സാമൂഹിക ക്രമത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, രാഷ്ട്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രമുണ്ടാക്കി അതിൻ്റെ ഭരണത്തലവനാകാൻ വന്ന ഒരു പ്രവാചകനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അതല്ല പ്രവാചകൻ. അതിനപ്പുറം തീർത്തും ഒരു സാമൂഹിക വിപ്ലവത്തിലൂടെ ഒരു രാഷ്ട്രത്തിൽ എത്തിച്ചേരുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്ക മദീന മണലാരണ്യത്തിൽ നിർവഹിച്ചത്. ഒരു സാമൂഹിക വിപ്ലവത്തിലൂടെ, സമ്പൂർണമായ ഒരു സാമൂഹിക വിപ്ലവത്തിലൂടെ ഒരു രാഷ്ട്രത്തിൽ എത്തിച്ചേരുകയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വസ്തുതയാണ്. ഞാൻ പറഞ്ഞു, എല്ലാവരും അത് അംഗീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒന്നുകൂടി ആലോചിക്കേണ്ടത്, എന്തിനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സാമൂഹിക വിപ്ലവത്തിലൂടെ ഒരു രാഷ്ട്രത്തിന് രൂപം കൊടുക്കുകയും ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ആവുകയും ചെയ്തത്? എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചിന്ത വളരെ ഗൗരവമുള്ളതാണ്. അധികാരം വാഴാൻ വേണ്ടിയായിരുന്നോ? ആ രാഷ്ട്രത്തിന്റെ ഭരണാധികാരി ആകാൻ വേണ്ടി ആയിരുന്നോ അള്ളാഹുവിൻ്റെ റസൂൽ ആ പണിയെടുത്തത്? ഒരിക്കലുമല്ല. അധികാരം വാഴാൻ വേണ്ടിയല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകന്റെ മുമ്പിൽ ആ വാഗ്ദാനങ്ങളെല്ലാം വെച്ചതാണ്. പ്രവാചകന്റെ മുമ്പിൽ ആ വാഗ്ദാനങ്ങളെല്ലാം വെച്ചതാണ്. അധികാരം തരാം, പെണ്ണാണെങ്കിൽ പെണ്ണിനെ തരാം,
സമ്പത്താണ് ഉദ്ദേശിക്കുമെങ്കിൽ സമ്പത്ത് തരാം. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ റൈറ്റും ലെഫ്റ്റും നോക്കാതെ ഇതെല്ലാം തള്ളിക്കളയുകയാണ് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത്. അപ്പൊ കേവലം ഒരു അധികാരമല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചിട്ടുള്ളത്. കേവലം ഒരു രാഷ്ട്രനായകനാവുകയല്ല അള്ളാഹുവിന്റെ റസൂൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമ്മളൊക്കെ ആണ് എന്ന് പറയുന്ന, നമ്മളൊക്കെ മെമ്പർഷിപ്പ് എടുത്തു എന്ന് പറയുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ടേണിംഗ് പോയിന്റിലാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞിരുന്നു, ഒരു കുറേ മുത്തക്കികളെ ഉണ്ടാക്കി പരലോകത്തേക്ക് കയറ്റിയേക്കാൻ വന്ന ഒരു സാധു മതമല്ല ഇസ്ലാം. അല്ലെങ്കിൽ മനുഷ്യരുടെ കേവലം പാരത്രികമായ മോക്ഷത്തിന് വന്ന ഒരു സാധു മതമല്ല ഇസ്ലാം. അതിനപ്പുറം മനുഷ്യന്റെ പാരത്രികമായ മോക്ഷത്തോടൊപ്പം മനുഷ്യന്റെ ഭൗതികമായ ക്ഷേമവും ഉദ്ദേശിച്ചു വന്ന ഒരു ദർശനമാണ്. അല്ലെങ്കിൽ ആ ലക്ഷ്യം വെച്ച് അള്ളാഹു മനുഷ്യന് നൽകിയ ദർശനത്തിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാമിനെ അങ്ങനെ തന്നെ നമ്മൾ നോക്കിക്കാണണം. മനുഷ്യന്റെ പാരത്രികമായ മോക്ഷം മാത്രമല്ല, മനുഷ്യന്റെ ഭൗതികമായ ക്ഷേമവും കൂടി ഇസ്ലാം ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. പാരത്രികമായ മോക്ഷം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നാളെ അള്ളാഹുവിന്റെ സ്വർഗവും അവന്റെ തൃപ്തിയുമാണ് പാരത്രികമായ മോക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇഹലോകത്തെ ക്ഷേമം എന്ന് പറയുന്നത് സമ്പൂർണമായ നീതി, സമ്പൂർണമായ നിർഭയത്വം, സമ്പൂർണമായ സുഭിക്ഷത അഥവാ സാമൂഹിക നീതി, സാമൂഹിക സുരക്ഷിതത്വം, സാമൂഹികമായ നിർഭയത്വം, സുഭിക്ഷത ഒക്കെ ഉള്ള ഒരു സാമൂഹിക ക്രമം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും റസൂലും വേദവും ഇസ്ലാമും എല്ലാം ലക്ഷ്യം വയ്ക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ എല്ലാവിധ ചൂഷണങ്ങളെയും എല്ലാവിധ അസമത്വങ്ങളെയും അവസാനിപ്പിച്ച് നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാക്കാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നുണ്ട്. പ്രവാചകൻ അത് ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യത്തിലേക്കാണ് പ്രവാചകൻ നീങ്ങിയതും. അങ്ങനെയാണ് 23 കൊല്ലത്തിന്റെ സമാപ്തിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാഷ്ട്രം ഉണ്ടാക്കുകയും ആ രാഷ്ട്രത്തിന്റെ അമരക്കാരനായി മാറുകയും ചെയ്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? സാമൂഹിക നീതി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ മൗലിക പ്രധാനമായ ഒരു ലക്ഷ്യമാണ്, ഉദ്ദേശമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ നിങ്ങളോട് നീതി കാണിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ എന്നോട് നീതി കാണിക്കുന്നതിനെ കുറിച്ചും നിങ്ങൾ മറ്റൊരാളോട് നീതി കാണിക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാറുള്ളത്. എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ചാണ് വാഴ്ന്നു പറയാറുള്ളത്. നമ്മൾ ഇവിടെ പറയുന്നത് കൂടുതലായിട്ടും അത് തന്നെയാണ്. അഥവാ നീതി പാലിക്കണം. നീതി പാലിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് നീതി പാലിക്കണം എന്നതാണ് മുഖ്യമായിട്ടും നമ്മുടെ ശ്രദ്ധയിലേക്ക് ഇത് കേൾക്കുമ്പോൾ വരിക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 21-ാം അധ്യായത്തിലെ 24-ാം സൂക്തത്തിൽ അള്ളാഹ് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അഥവാ താങ്കൾക്ക് മുമ്പ് ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല. നിയോഗിച്ചപ്പോഴെല്ലാം ഞാൻ അവരോർക്ക് ദിവ്യബോധനം നൽകിയത് ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പഠിപ്പിക്കാനാണ്. ഞാനല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പഠിപ്പിക്കാനാണ്. എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് ആവശ്യപ്പെട്ടത് അതാണ്. ഈ ആയത്തും ഇതിന്റെ വിശദീകരണവും ഒക്കെ നമ്മൾ ധാരാളമായി കേൾക്കും. കാരണം ഇത് ഖുർആനിലുള്ളതാണ്. അതെന്താ പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഭാഷയിൽ ഞാൻ എപ്പോഴും പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലയുടെ യഥാർത്ഥ അർത്ഥകൽപ്പന ആരാധനക്കറൻ അല്ലാഹു മാത്രം എന്നതല്ല. തികച്ചും അപൂർണമായ ഒരു അർത്ഥകൽപ്പനയാണത്. ശരിയായ അർത്ഥകൽപ്പന ജീവിതത്തിന്റെ പരമാധികാരി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നാണ്. അത് നിങ്ങൾക്ക് കോലപ്പെടുന്ന ഭാഷയിൽ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഉദ്ദേശം ഇതാണ്. മറ്റേത് പറയുമ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അള്ളാഹു ആരാധനക്കർഹൻ മാത്രമായി പോകും, അള്ളാഹ് ആരാധിക്കാനുള്ള ഒരു ഉരുപ്പടിയായി പോകും. അങ്ങനെ പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു ആവശ്യപ്പെട്ടതും അതല്ല. അള്ളാഹു ആവശ്യപ്പെട്ടത് ആരാധന അടക്കമുള്ള ഈ ഭൂമിയിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന് പറയാനുള്ള പരമാധികാരം എനിക്കാണ് എന്ന കാര്യം നിങ്ങൾ വകവെച്ച് നൽകണം എന്നാണ് അള്ളാഹുടെ ആവശ്യം. പ്രവാചകന്റെ ആവശ്യം അതായിരുന്നു. വേദത്തിന്റെ ആവശ്യമായിരുന്നു. പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ആവശ്യം അതായിരുന്നു. ഞാൻ വീണ്ടും പറയുന്നു, സാമ്പ്രദായികമായ അർത്ഥാൽപ്പന ഒന്ന് വെച്ചു നോക്കുക. ഒരു വശത്ത് ആരാധനക്കറൻ അള്ളാഹു മാത്രം എന്ന് പഠിപ്പിക്കാനായി പ്രവാചകന്മാർ വരുന്നു. ഇതിനിടയിൽ കിടന്ന് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പ്രവാചകന്മാരെല്ലാവരും വന്ന് അതിനാണെന്ന് പറയുന്നു. ഇതേ ഖുർആൻ തന്നെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിൽ 25-ാമത്തെ സൂക്തത്തിൽ പറയുന്നു,
ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്. ഈ ആയത്ത് ധാരാളമായി നമ്മൾ കേൾക്കൂല. ഈ ആയത്ത് നമ്മൾ ധാരാളമായി കേൾക്കൂല. ഇവിടെ അള്ളാഹ് പറയുന്നത് എന്താ? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാത്ത്, ഞാൻ നിയോഗിച്ച സർവ പ്രവാചകന്മാരോടും, അല്ലെങ്കിൽ അവരെ നിയോഗിച്ചപ്പോ ബിൽ ബയ്യിനാത്ത്, വളരെ കൃത്യമായ സന്ദേശങ്ങളുമായി ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. അവരോടൊപ്പം വേദവും തുലാസും നൽകി. കൃത്യമായ ബയ്യിനാത്തുമായി പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചു. ഏത്? മുഹമ്മദ് നബി അല്ല, മൊത്തം പ്രവാചകന്മാരെ ഞാൻ നിയോഗിച്ചത്. നേരത്തെ മൊത്തം പ്രവാചകന്മാരെ നിയോഗിച്ചത് എന്തിനാണെന്നല്ല പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ജനങ്ങളോട് അംഗീകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാചകന്മാരെ ഞാൻ അയച്ചത് എന്നല്ല പറയുന്നു. അതേ അല്ല പറഞ്ഞ അതേ വേദത്തിലെ 57-ാം അധ്യായത്തിലെ 25-ാം സൂക്തത്തിൽ അല്ല പറയുന്നു, ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. എന്തുമായി? വേദവും തുലാസുമായി. എന്തിനാണ്? ആരാധനക്കർഹൻ അല്ലാഹു മാത്രം എന്ന് പറയാനാണോ? അല്ല. ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടിയാണ് ഞാൻ പ്രവാചകന്മാരെ വേദവും തുലാസുമായിട്ട് അയച്ചത് എന്നുള്ള പറയുന്നു. ഒരിടത്തല്ല പറയുന്നു ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചത് അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് പഠിപ്പിക്കാനാണ്. അതേ അല്ല തന്നെ അതേ വേദത്തിൽ പറയുന്നു, ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചത് വേദവും തുലാസുമായിട്ട് അയച്ചത് ലിയഖൂമൻ നാസു ബിൽ ഖിസ്ത്, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാനാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് വ്യക്തി നിർവഹിക്കേണ്ട നീതി നിർവഹണത്തെക്കുറിച്ചല്ല അള്ളാഹ് സംസാരിക്കുന്നത്. അത് വേറെ അള്ളാഹ് സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പലവട്ടം ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു സംസാരിക്കുന്നത് സാമൂഹിക നീതിയെക്കുറിച്ചാണ്. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളണമെന്ന് പറയുന്നത് സാമൂഹിക നീതിയെക്കുറിച്ചാണ്. വ്യക്തി നിർവഹിക്കേണ്ട നീതി നിർവഹണത്തെക്കുറിച്ചല്ല, സാമൂഹിക നീതിയെക്കുറിച്ചാണ്. ഇവിടെ 2-3 പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തേത്, മുസ്ലിങ്ങൾ നീതിയിൽ നിലകൊള്ളാനെന്നല്ല അള്ളാഹ് പറയുന്നത്, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാനാണെന്നാണ് പറയുന്നത്. മുസ്ലിങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി ഞാൻ വേദം അയച്ചു, തുലാസ് അയച്ചു എന്നൊന്നും അല്ല പറയുന്നത്, പ്രവാചകന്മാരെ നിയോഗിച്ചു എന്നല്ല പറയുന്നത്, ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ. രണ്ടാമത്തേത്, വ്യക്തി നീതി നിർവഹിക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, സാമൂഹിക നീതിയെക്കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേദം വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് കാണിക്കുന്ന നീതിയെക്കുറിച്ചല്ല, സാമൂഹിക നീതിയെക്കുറിച്ചാണ്. സാമൂഹിക നീതി എന്ന് പറയുന്നത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കണം, അതൊരാത്മീയ പ്രയോഗമല്ല. അത് നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയ പ്രയോഗമാണ്. അതൊരു സ്പിരിച്വൽ ടേം അല്ല, അതൊരു പൊളിറ്റിക്കൽ ടേമാണ്. നീതി എന്ന് പറയുന്നത് തന്നെ ഒരു പൊളിറ്റിക്കൽ ടേമാണ്, ആത്മീയ പ്രയോഗമല്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആരാധനയുടെ ഏത് ഭാഗത്താണ് നീതി വരുന്നത്? ആരാധനകളുടെ ഏതെങ്കിലും ഭാഗത്ത് നീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നീതി എന്ന് നമ്മൾ പറയുന്ന ആ വലിയ പ്രയോഗം ഉണ്ടല്ലോ, അത് ഒരിക്കലും അനുഷ്ഠാനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. അതിനപ്പുറം സമൂഹവുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ ദൈനംദിന ജീവിത വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പദപ്രയോഗമാണ് നീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം, എങ്കിലാണ് ഇവിടുത്തെ ചൂഷണം അവസാനിക്കുള്ളൂ, എങ്കിലാണ് ഇവിടുത്തെ അസമത്വം അവസാനിക്കുള്ളൂ, എങ്കിലാണ് ഇവിടെ വീടില്ലാത്തവന് വീടുണ്ടാകൂ, എങ്കിലാണ് ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവൻ ഒരു പരിധിവരെ ഉയർന്നു വരികയുള്ളൂ. സാമൂഹിക നീതി ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ നിയോഗിച്ചത്, ജനങ്ങൾ സാമൂഹിക നീതിയിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇങ്ങനെ നമ്മളൊരു വെർഷൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മളെ ആരെങ്കിലും പഠിപ്പിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ ആയത്ത് നമ്മൾ ധാരാളമായി കേൾക്കും. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ആരാധനക്കർഹൻ പഠിച്ചു വരുന്നതാണ്. സാമൂഹ്യ നീതിയെക്കുറിച്ച്, സാമൂഹ്യ നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകന്മാർ വന്നത് എന്ന് പറയുന്ന എത്ര പ്രഭാഷണങ്ങളും എത്ര ക്ലാസ്സുകളും എത്ര ചർച്ചകളും നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനങ്ങനെയല്ല ഉദ്ദേശം, വേറെ എന്തെങ്കിലും ആണെന്ന് നമ്മൾ പറയണം. അപ്പൊ സാമൂഹിക നീതി അവരുടെ ലക്ഷ്യമാണ്. എന്തിനാ സാമൂഹ്യ നീതി ലക്ഷ്യമായത്? സമൂഹത്തിൽ നിന്ന് ചൂഷണം ഇല്ലാതാകണം, സമൂഹത്തിൽ അസമത്വം ഉണ്ടാകാൻ പാടില്ല, സമൂഹത്തിൽ ദാരിദ്ര്യം ഉണ്ടാകാൻ പാടില്ല, സമൂഹത്തിൽ കയറിക്കിടക്കാൻ ഇടമില്ലാത്ത ഒരുത്തൻ ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം സാമൂഹിക നീതിയുടെ പ്രശ്നമാണ്. സാമൂഹിക നീതി പുലരുന്ന ഒരവസ്ഥ ഉണ്ടായാൽ ആത്മീയത, അതുകൊണ്ട് എന്തായി? ഇസ്ലാം ആത്മീയമായും സാമ്പത്തികമായും സാംസ്കാരികമായുള്ള എല്ലാ ചൂഷണങ്ങളുടെയും വാതിലുകൾ കൊട്ടിയടച്ചു കളഞ്ഞു.
സാമ്പത്തികമായ ചൂഷണത്തിന് സാധ്യതയുള്ള പലിശ ഇസ്ലാം നിരോധിച്ചു. അതുപോലെ മറ്റു പലതും നിരോധിച്ചു. ലോട്ടറി നിരോധിച്ചു. ആത്മീയമായ സകലമാന ചൂഷണങ്ങളെയും ഇസ്ലാം പടിയടച്ച് പിണ്ടം വച്ചു. സാംസ്കാരികമായി മദ്യം നിരോധിച്ചു, വ്യഭിചാരം നിരോധിച്ചു. ഇതൊക്കെ ചൂഷണത്തിനുള്ള കവാടങ്ങളാണ്. അതെല്ലാം ഇസ്ലാം കൊട്ടിയടച്ചു. എല്ലാവിധ അസമത്വങ്ങളെയും ഇസ്ലാം പിഴുതെറിഞ്ഞു. കാരണം എല്ലാ മനുഷ്യരും തുല്യരാണ്. വ്യത്യാസം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ. കളറിന്റെ കാര്യത്തിലല്ല, തറവാടിന്റെ കാര്യത്തിലല്ല, സമ്പത്തിന്റെ കാര്യത്തിലല്ല, കുടുംബത്തിന്റെ കാര്യത്തിലല്ല. മറിച്ച് വ്യത്യാസം ഒറ്റ കാര്യത്തിലേ ഉള്ളൂ, ദൈവികമായ സൂക്ഷ്മത. അക്കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ള എല്ലാ വ്യത്യാസങ്ങളെയും ഇസ്ലാം മണലാരണ്യത്തിലിട്ട് ചവിട്ടി അരച്ച് തേച്ചു കളഞ്ഞു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹ്യ ക്രമം ഉണ്ടാകണം. അതുണ്ടായി അതിന്റെ കടിഞ്ഞാൺ ഒരു മുസ്ലിമിന്റെ കയ്യിലല്ല. ദൈവബോധ്യവും വിചാരവുമുള്ള ഒരു മനുഷ്യന്റെ കയ്യിൽ ഈ സമൂഹത്തിന്റെ കടിഞ്ഞാൺ വന്നാൽ മാത്രമാണ് ഈ സാമൂഹിക നീതി നടപ്പാവുകയുള്ളൂ. ഒരു മുസ്ലിമിന്റെ കയ്യിൽ വന്നതുകൊണ്ട് കാര്യമില്ല. മുസ്ലിമിന്റെ കയ്യിൽ സമൂഹത്തിന്റെ കടിഞ്ഞാൺ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. ദൈവബോധ്യവും വിചാരവുമുള്ള ഒരാളുടെ കയ്യിൽ ഈ സമൂഹത്തിന്റെ കടിഞ്ഞാൺ വന്നാൽ മാത്രമാണ് ഈ സാമൂഹിക നീതി നടപ്പാവുകയുള്ളൂ. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പിന്നിട്ടപ്പോൾ ആ മക്കയും മദീനയും അടങ്ങുന്ന ഭൂപ്രദേശത്തിന്റെ അധികാരം കൈയാളാൻ ശ്രമിച്ചത്. അത് അബദ്ധത്തിൽ മക്കയിൽ ഇമാമാവ് വന്നപ്പോൾ അബദ്ധത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നൊരു കാര്യമല്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സാധാരണ പറയാറില്ലേ, എന്താ, നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടി നല്ല കുട്ടിയായിരിക്കും, നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കും. ഇത് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ആ കുട്ടിയുടെ സ്വഭാവത്തിൽ, ബിഹേവിയറൽ പാറ്റേൺ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ കുടുംബത്തിലെ ആരോഗ്യകരമായ അന്തരീക്ഷം ശക്തമായ സ്വാധീനം ചെലുത്തും എന്നതുകൊണ്ടല്ലേ നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടി നല്ല സ്വഭാവമുള്ള കുട്ടിയായിരിക്കും നമ്മൾ പറയുന്നത്. ഇതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ വളർച്ചയിലും അവന്റെ വ്യക്തിത്വത്തിന്റെ വികാസത്തിലുമെല്ലാം ശക്തമായ സ്വാധീനം ചുറ്റുപാടുകൾക്കുണ്ട്, സോഷ്യൽ എൻവയൺമെന്റിനുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നല്ല ഒരു ചുറ്റുപാട് ഉണ്ടാകൽ മനുഷ്യന്റെ നല്ല വളർച്ചയ്ക്ക് ആവശ്യമാണ്. ധാർമ്മികമായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്ത് ആ ധാർമ്മിക ബോധം അവരിൽ നിലനിർത്താൻ കഴിയണമെങ്കിൽ അതിന് സാമൂഹികമായ കടിഞ്ഞാൺ ആവശ്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ എന്തുകൊണ്ടാണ് മദ്യനിരോധനം ആവശ്യപ്പെടുന്നത്? മദ്യനിരോധനം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ മദ്യം നിരോധിക്കുകയോ നിരോധിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, നമുക്കെന്താ? നമുക്ക് നമ്മുടെ ആളുകളെ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന വേദോപദേശം നൽകിയ പോരെ? നമ്മുടെ പിന്നെ ആരെങ്കിലും കുടിക്കാൻ പാടില്ലല്ലോ. ആ വേദോപദേശം കൊടുത്താൽ പോരെ ആളുകൾക്ക്? മദ്യം കുടിക്കാൻ പാടില്ല, വ്യഭിചരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ പോരെ? വേദോപദേശം കൊണ്ട് മനുഷ്യൻ നന്നാകുമെങ്കിൽ അതുപോലെ. അത് മതിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മദ്യനിരോധനത്തിന് വേണ്ടി ശബ്ദം ഉണ്ടാക്കുന്നത്? എന്തുകൊണ്ടാണെന്നറിയാമോ? മദ്യം സുലഭമായി ലഭിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായാൽ അവിടെ നാളെ മദ്യപിക്കാത്തവരും മദ്യത്തിന് അടിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ വർജന സമിതി ഉണ്ടാക്കുന്നതിന് പകരം മദ്യനിരോധന സമിതി ഉണ്ടാക്കുന്നത്. മദ്യം നിരോധിക്കണം, നിരോധിക്കണം, അതിവിടെ ലഭ്യമാവാൻ പാടില്ല. അതിന്റെ അവൈലബിലിറ്റി കുടിക്കാത്തവനെയും കുടിക്കാൻ പ്രേരിപ്പിക്കും. സാമൂഹിക അന്തരീക്ഷത്തിൽ മദ്യം എളുപ്പം ലഭ്യമാണെന്നുണ്ടെങ്കിൽ കുടിക്കാത്തവരും കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും. നമ്മൾ എന്തിനാ മയക്കുമരുന്നിനെതിരെ ശബ്ദിക്കുന്നത്? മയക്കുമരുന്ന് പാടില്ല എന്നുള്ള വേദോപദേശം നൽകിയ പോരെ മക്കൾക്ക്? എന്തുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ഉറവിടം തേടി അതടയ്ക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം എന്താ? അതിവിടെ ലഭ്യമായാൽ ഒന്ന് ടേസ്റ്റ് നോക്കിക്കളയാമെന്ന് നിരപരാധിയായ ചെറുപ്പക്കാരനും വിചാരിക്കും. അതുകൊണ്ടാണ് മദ്യവർജന സമിതിക്ക് പകരം നമ്മൾ മദ്യനിരോധന സമിതി ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് മദ്യനിരോധന സമിതിയോട് ഇവിടുത്തെ ക്രൈസ്തവരും ഇവിടുത്തെ മനുഷ്യപ്പറ്റുള്ള എല്ലാവരും മുസ്ലിങ്ങളും സഹകരിക്കുന്നത്. അതുകൊണ്ടാണ് ഭരണകൂടത്തോട് നമ്മൾ പറയുന്നത് ഇനി മുതൽ ബാർ ഓപ്പൺ ചെയ്യരുത് എന്ന്. ബാർ നിരന്തരമായി ചായക്കട തുടങ്ങണ പോലെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. അത് നിർത്തിവെക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? അവർ തുടങ്ങിക്കോട്ടെ, നമ്മളിവിടെ വേദം പറഞ്ഞ പോരെ, നമ്മളിവിടെ വേദോപദേശം നൽകിയ പോരെ? വേദോപദേശം കൊണ്ടൊരു സമൂഹം നന്നാവുമെങ്കിൽ അതായ പോരെ? അപ്പൊ നമുക്ക് തന്നെ അറിയാം, പ്രയോഗത്തിൽ വെറും ഉപദേശം കൊണ്ട് മനുഷ്യരെ നന്നാക്കാൻ പറ്റില്ല. സമൂഹത്തിന്റെ കടിഞ്ഞാൺ കയ്യിലുണ്ടെങ്കിലാണ് ഇത് നിരോധിക്കാൻ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് സമൂഹത്തിന്റെ കടിഞ്ഞാൻ കയ്യിലിരിക്കുന്ന സഖാവ് പിണറായി വിജയനോട്, മുഖ്യമന്ത്രിയോട് നമ്മളത് നിരോധിക്കൂ എന്ന് പറയുന്നത്. സമൂഹത്തിന്റെ കടിഞ്ഞാൻ കയ്യിലുള്ളവനാണ് സമൂഹത്തിൽ നിന്ന് അതെടുത്ത് പിഴുതെറിയാൻ കഴിയുള്ളൂ. വേദോപദേശം മാത്രം പോരാ ഒരു സമൂഹം നന്നാവാൻ എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പണിയെടുക്കുന്നത്. ഇത്രയുള്ളൂ, ലളിതമായ ഉത്തരാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒന്നും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാമിന് നിഷ്കർഷയുണ്ട്. എങ്കിലാണ് ധർമ്മബോധമുള്ള ആരോഗ്യകരമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാനും അവരെ നിലനിർത്താനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം പിന്നിട്ടപ്പോൾ രാഷ്ട്രനായകനായി നമ്മൾ കാണുന്നത്. അല്ലാതെ മദീനയിൽ ഇമാം നിൽക്കാൻ വന്നപ്പോൾ അബദ്ധത്തിൽ രാഷ്ട്രനായകനായതല്ല. പള്ളിയിൽ ഇമാം നിൽക്കാൻ വന്നപ്പോൾ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിപ്പോയി അബദ്ധത്തിൽ, യാദൃച്ഛികമായി എന്ന് പറയുന്ന പോലെ ആയതല്ല അത്. കാരണം ഇത് ഇസ്ലാമിന് ആവശ്യമുണ്ട്. എന്ത്? സാമൂഹിക നീതി, സുരക്ഷിതത്വം, നിർഭയത്വം, സർവോപരി ജനങ്ങളുടെ ക്ഷേമം, അതോടൊപ്പം തന്നെ പരലോകത്തെ മോക്ഷം. ഇതെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ഒരു വിമോചന ദർശനമാണ് ഇസ്ലാം. ഒരു പാവപ്പെട്ട മതമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വേദത്തിലേക്ക് നമ്മളൊന്ന് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹിക നീതിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു പ്രവാചകൻ. ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാൻ ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. ജനങ്ങൾ നീതിയിൽ നിലകൊള്ളാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ. ആ പ്രവാചകന്റെ ചിത്രം എന്തായിരിക്കും? സാമൂഹിക നീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു പ്രവാചകന്റെ ചിത്രം ഒരു ആത്മീയാചാര്യന്റെ ആൾരൂപമായിരിക്കുമോ? ഒരു ആരാധനകളുടെ മേൽവസ്ത്രമണിഞ്ഞ ഒരാൾ രൂപമായിരിക്കുമോ? സാമൂഹിക നീതിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുടെ ചിത്രം നമ്മൾ ഇന്ന് കാണുന്ന പ്രവാചകന്റെ ചിത്രമായിരിക്കും. ഇനി ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആയത്ത് നിങ്ങൾക്കറിയാം. വിശുദ്ധ ഖുർആനിലെ 7-ാം അധ്യായം 157-ാം വചനം, സൂറത്തുൽ അഅറാഫിലെ 157-ാം വചനം. അല്ലദീന യത്തബിഊന റസൂലൻ നബിയൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത്തൗറാത്തി വൽ ഇൻജീൽ യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകരി വയുഹില്ലു ലഹും ത്വയ്യിബാത്ത് വയുഹർരിമു അലൈഹിമുൽ ഖബായിസ വയൽഅനു മിസ്റഹും അഗ്ലാലല്ലത്തി കാനത് അലൈഹിം ഫല്ലദീന ആമനൂ ബിഹി വഅസറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. പ്രവാചകനെ പരിചയപ്പെടുത്തുകയാണ്. എങ്ങനെയുള്ള പ്രവാചകൻ? നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. നന്മ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നടക്കുക, തിന്മ ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ട് നടക്കുക എന്നൊരു പ്രവാചകനെ കുറിച്ചല്ല അല്ലാഹു പറയുന്നത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, നല്ലത് അനുവദിക്കുക, മ്ലേച്ഛമായത് നിരോധിക്കുക. മനുഷ്യന്റെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം ഇറക്കി വയ്ക്കുന്ന ഒരു പ്രവാചകൻ. കൈകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന ഒരു പ്രവാചകൻ. ഇങ്ങനത്തെ ഒരു പ്രവാചകനെ വേദം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രവാചകനെ വേദം പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യരുടെ മുതുകിനെ ഞെരിച്ചുകൊണ്ടിരിക്കുന്ന ഭാരം, അവരുടെ വിമോചനമാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ കൈകളെ വരിഞ്ഞു മുറുക്കുന്ന ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ വന്ന ഒരു പ്രവാചകൻ. ഈ പ്രവാചകന്റെ ആൾരൂപം ഒരു ആത്മീയാചാര്യന്റെ ആൾരൂപമാണെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഈ പ്രവാചകന്റെ ആൾരൂപം ആരാധനയുടെ മേലങ്കണിഞ്ഞ ഒരു വ്യക്തിത്വം ആയിരിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഈ പ്രവാചകൻ നാട്ടിലൂടെ നടക്കുന്നത് എന്റെ മുടി കത്തൂല, ഞാൻ മരിച്ചാലും മുടി വളരും, എന്റെ മലവും മൂത്രവും ഒക്കെ ശുദ്ധാണെന്ന് പറയുന്ന ഒരാൾരൂപമായിരിക്കുമോ ആ പ്രവാചകൻ? അതോ ഒരു സാമൂഹിക വിപ്ലവകാരിയായിരിക്കോ? അതോ ഒരു പാവപ്പെട്ട ജനതയുടെ വിമോചനമായിരിക്കും അവർ ഉദ്ദേശിച്ചത്? 70-ാം അധ്യായം സൂറത്തുൽ മആരിജിലെ നിങ്ങൾ നോക്കൂ. വല്ലദീന ഫീ അംവാലിഹിം ഹഖ്ഖും മഅലൂമുൽ ലിസ്സായിലി വൽ മഹ്റൂം. ഈ രാജ്യത്തെ ജനസമ്പന്ന വർഗത്തോട് പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തിൽ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് നിർണിതമായ അവകാശമുണ്ട് എന്ന് ഉച്ചസ്ഥലം ഉദ്ഘോഷിക്കുന്ന ഒരു പ്രവാചകൻ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആരാധനാകർമ്മങ്ങളുടെ മേലങ്കി ഒരാളായിരിക്കോ? ഇവിടുത്തെ സമ്പന്ന വർഗത്തോട് വിരൽ ചൂണ്ടി, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിനകത്ത് ഇവിടുത്തെ പാവപ്പെട്ടവന് നിർണിതമായ അവകാശമുണ്ട് എന്ന് പറയുന്ന വിപ്ലവകാരിയായ ഒരു പ്രവാചകൻ. സമ്പന്നവർഗം കാണിക്കുന്ന ധൂർത്തിനെതിരെയും, സമ്പന്നവർഗം പാവപ്പെട്ട ജനതയ്ക്ക് പണം കൊടുക്കാതെ സമ്പത്ത് കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്നവന്റെയും മുഖത്ത് നോക്കി, നിങ്ങളിത് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്തില്ല എങ്കിൽ നാളെ നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ കത്തിക്കാളുന്ന നരകാഗ്നിയിലിട്ട് നിങ്ങളുടെ ഈ സമ്പത്ത് കരിച്ചെടുത്തതിന് ശേഷം അത് നിങ്ങളുടെ നെറ്റിത്തടത്തിലും മുതുകിലും പാർശ്വങ്ങളിലും ചൂടുവെക്കും എന്ന് ജനങ്ങളോട് പറയുന്ന ഒരു പ്രവാചകൻ. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ അർത്ഥത്തിലുള്ള ഒരു പ്രവാചകനെയാണോ നമുക്ക് പരിചയമുള്ളത്? നമുക്ക് പരിചയമുള്ള പ്രവാചകൻ ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച ഒരു മക്കപ്രവാസിയായ ഒരു പ്രവാചകൻ. അതേപോലെ തന്നെ ആരാധനകളുടെ ഒരു മേൽവസ്ത്രം അണിഞ്ഞ ഒരു പ്രവാചകൻ. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ മുടി വളരും, നിഴലുണ്ടാവില്ല എന്നൊക്കെ പറയുന്നൊരു പ്രവാചകൻ. ഇതൊന്നുമല്ല.
ഇങ്ങനെ ഒരു പ്രവാചകനെ നമുക്ക് പരിചയപ്പെടണം. പ്രവാചകൻ എന്ന് കേൾക്കുമ്പോൾ ഈ ചിത്രം നമ്മുടെ മനസ്സിൽ വരണം. പ്രവാചകൻ ഒരു സാമൂഹിക വിപ്ലവകാരിയാണ്, ഒരു സോഷ്യൽ റെവല്യൂഷണറിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷന് വന്ന ഒരു സാമൂഹിക പരിവർത്തനവാദിയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെ നമ്മൾ കണ്ടാൽ മാത്രം പോരാ, ആ പ്രവാചകൻ്റെ ആ പാരമ്പര്യം കുറച്ചെങ്കിലും ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. അല്ലാതെ അങ്ങനെ ഒരു പ്രവാചകനെ കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം അള്ളാഹുവിനെ ആരാധനക്കർഹനാക്കി. പിന്നെ നമ്മൾ ചെയ്ത സംഗതി എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുഷ്ഠാന കർമ്മ മതമാക്കി. പിന്നെ നമ്മൾ ചെയ്തെന്താ? വേദഗ്രന്ഥത്തെ ഒരു മതഗ്രന്ഥമാക്കി അത് ഓതാനുള്ള വസ്തുവാക്കി മാറ്റി. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പ്രവാചകൻ ഒരു ആത്മീയാചാര്യനായിരിക്കും. പിന്നെ ആ പ്രവാചകനെ നമുക്ക് പറഞ്ഞ പോലെ അനുഷ്ഠാന കർമ്മങ്ങളുടെ മേലങ്കി അണിഞ്ഞ ഒരാളായിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹ് അതല്ല, ഖുർആൻ അതല്ല, പ്രവാചകൻ അതല്ല. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രവാചകനെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ആ പ്രവാചകനോടാണ് നമ്മൾ ഇഷ്ക് ഉണ്ടാകേണ്ടത്. ഒരേ സമയം ആളുകൾ ആരാധനകൾ നിർവഹിക്കണം, അതേ സമയം ഇവിടെ കയറിക്കിടക്കാൻ വീടില്ലാത്തവൻ ഉണ്ടാകരുത്. ഒരേ സമയം നമ്മൾ നോമ്പ് പിടിക്കണം, അതേ സമയം പരമമായ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരുത്തനൂടെ ഉണ്ടാകരുത്. അതിനും കൂടി പരിഹാരം ഉണ്ടാവണം. അതിനും കൂടിയുള്ള പരിഹാരത്തിന് വേണ്ടി പണിയെടുക്കുന്നതിലൂടെ നിനക്ക് സ്വർഗം കിട്ടും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ആ പണി കൂടി നമ്മൾ എടുക്കണം. മനുഷ്യനെ അരാജകത്വത്തിലേക്ക് നയിക്കുന്ന ഇത്തരം നെറികേടുകൾക്കെതിരെ ശബ്ദിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഒരു പക്ഷേ ആളുകൾ നമ്മളെ തീവ്രവാദി എന്ന് വിളിച്ചേക്കും. ആരോ പറഞ്ഞതുപോലെ, നീ ഒരു പാവപ്പെട്ടവൻ അന്നം കൊടുത്താൽ നീ വലിയ മഹാത്മാവാണ് എന്ന് ആളുകൾ വിലയിരുത്തും. നീ പുണ്യപുരുഷനാണെന്ന് ആളുകൾ പറയും. നീ ഒരു അഗതിക്ക് അന്നം കൊടുത്താൽ, ഒരു പാവപ്പെട്ടവൻ അന്നം കൊടുത്താൽ, ഒരു വീടില്ലാത്തവന് വീട് പണിത് കൊടുത്താൽ നീ വലിയ മഹാത്മാവായി മാറും. എന്നാൽ നീ ചോദിക്കുകയാണ്, ഇവൻ എങ്ങനെ പാവപ്പെട്ടവനായി, ഇവൻ എങ്ങനെ വീടില്ലാത്തവനായി എന്ന് നീ ചോദിച്ചാൽ നീ തീവ്രവാദിയാകും. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ പ്രവാചകനെ നമ്മൾ പരിചയപ്പെടണം. ഈ പ്രവാചകനിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു പ്രവാചകനെ ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള തൗഫീക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.